ഈ ഇസ്ലാം മതത്തിൽ നിന്നും ഒരാൾ ക്രിസ്തുമതം സ്വീകരിക്കുക എന്നാൽ അയാൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഞങ്ങള് കുടുംബസമേതം യേശുവിനെ അറിഞ്ഞപ്പോൾ, സത്യൈക ദൈവത്തെ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ, ഞങ്ങളും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു 15 വർഷം മുമ്പ് ഞങ്ങള് പാലക്കാട് കരിമ്പ പ്രദേശത്ത് താമസിച്ചിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് വലിയ പേടിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞങ്ങൾ പോയത് കൊണ്ട്, സഞ്ചരിച്ചത് കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സ്നേഹിതന്മാരെ എനിക്ക്, എൻ്റെ കുടുംബത്തിനും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോടേക്ക് ഒരു യാത്ര പോയി. അതിരാവിലെയാണ് പോകുന്നത്. അന്ന് ചെറിയ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയൊരു സമയമായിരുന്നു. വീട്ടിലാകെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. യാത്രയുടെ ധൃതി കാരണം ആ ഫോൺ എടുക്കാനും മറന്നുപോയി. അങ്ങനെ കോഴിക്കോട് രാവിലെ എത്തിയതിന് ശേഷം ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ STD ബൂത്തിൽ കയറിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പുറത്തെ ഒരു കാഴ്ച കണ്ട് ഒന്ന് അസ്വസ്ഥനായി. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ STD ബൂത്തിലെ ഉടമയും ആ ചുറ്റുമുള്ള കടകളുടെ ഉടമകളും ജീവനക്കാരൊക്കെ എന്തോ കണ്ട് ഭയന്നതുപോലെ അവർ റോഡിലേക്ക് മാറി, കുറച്ച് ദൂരെ മാറി നിൽക്കുന്നൊരു കാഴ്ച. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒരു അപകടം വരുന്നു എന്നൊരു തോന്നലുണ്ടായി. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ഒരു അംബാസഡർ കാറ് അവിടെ വന്ന് നിന്നിട്ട് അതിൽ നിന്ന് 3-4 ചെറുപ്പക്കാർ ചാടി ഇറങ്ങി. ഒരാൾ എൻ്റെ വായ കുത്തിപ്പിടിച്ചു. എൻ്റെ കാലുകളൊക്കെ അവർ ബലമായി പിടിച്ച് ഈ വാഹനത്തിലേക്ക് എന്നെ ഇട്ടു. പിൻസീറ്റിൽ ഒരു ചാക്ക് കെട്ട് കണക്കെ അവരുടെ കാൽക്കീഴിൽ ഞാൻ കിടക്കുകയാണ്. എൻ്റെ കണ്ണുകൾ കെട്ടി, കാലും കൈയും ബന്ധിച്ചു, വായിൽ തുണി തിരുകി ഈ കാറ് യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാറ് അതിൻ്റെ യാത്ര അവസാനിക്കുന്നത് വരെ അവരുടെ ബൂട്ടിട്ട കാലുകൊണ്ട് എൻ്റെ ദേഹത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഒരു ജീവച്ഛവമായിട്ടാണ് ആ കാറിൽ കിടക്കുക. പ്രാർത്ഥിക്കാനും പോലും പറ്റാത്ത ഒരവസ്ഥ, വല്ലാത്തൊരു ഭയം. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കുറേ സമയം ഈ കാറ് ഓടിയതിന് ശേഷം കാറ് നിന്നു. ഇവർ എന്നെ ഒരു ചാക്ക് കെട്ട് കണക്കെ എടുത്തിട്ട് എവിടേക്കോ ഒന്നെറിഞ്ഞു. എൻ്റെ കെട്ടുകളും തുണികളൊക്കെ മാറ്റി. ഒരു ടോയ്ലറ്റ്, ഫ്രഷ് റൂം, ആ ഒരു വലുപ്പമുള്ള ചെറിയൊരു റൂം, ഒരു ചെറിയ കിളിവാതിൽ, ഒരൊറ്റ വാതിലടഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവൻ അവസാനിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ദൈവത്തോട് കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ഒരു മുസ്ലിയാര്, എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹത്തിന് ഒരു 55-60 വയസ്സ് കാണും. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുകയാണ്, മോനെ മുഹമ്മദ് റഹീസെ, നിനക്ക് ഞാൻ 2 ചോയ്സ് നൽകുകയാണ്. ഒന്ന്, നിനക്ക് ജീവിക്കാം. നിനക്ക് ജീവിക്കണമെങ്കിൽ, നീ ജീവിതം തിരഞ്ഞെടുക്കണമെങ്കിൽ, നീ ഇന്നുള്ള ഈ ഇബ്ലീസിന്റെ വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നിട്ട് നീ
നിന്റെ ഇസ്ലാം മത വിശ്വാസത്തിലേക്ക് വീണ്ടും കടന്നു വരണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജീവിക്കാം. 2, നിനക്ക് വേണമെങ്കിൽ മരിക്കാം. നീ മരണം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നീ ഒന്നും ചെയ്യേണ്ട. നീ ഇന്ന് വിശ്വസിക്കുന്ന ഈ ഇബ്ലീസിന്റെ വിശ്വാസത്തില് നീ ഉറച്ചു നിന്നാ മതി. നിനക്ക് ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഇദ്ദേഹം പുറത്തേക്ക് പോയി, വാതിലടഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇതുവരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ കണ്ണുകളും കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ തിരിച്ചു വരവും കാത്തിട്ട് എൻ്റെ താമസ സ്ഥലത്ത് എൻ്റെ ഭാര്യയുണ്ട്, പറക്കമുറ്റാത്ത 2 മക്കളുണ്ട്. എൻ്റെ ഈശോയെ, നീ എന്നെ എടുക്കുമ്പോൾ നീ അവരെ കാത്തുകൊള്ളണമേ എന്ന് എൻ്റെ ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എത്ര സമയം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു വല്ലാത്ത സുഗന്ധം ആ റൂമിൽ പടർന്നു. ഒരു വല്ലാത്ത സൗണ്ട് എൻ്റെ ചെവിയിലേക്ക് അടിച്ചു കയറി. ഞാൻ നിനക്കൊരു സമയം തരും, അത് എൻ്റെ സമയമാണ്, നീ അത് ഉപയോഗിക്കുക. എനിക്ക് മനസ്സിലായി, ജീവിക്കുന്ന ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാഥൻ ഇതാ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. വല്ലാത്തൊരു ആനന്ദം, ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദത്തിലൂടെ ഞാൻ കടന്നുപോയി. എത്ര സമയം ഞാൻ ആ കൊച്ചു റൂമിൽ നിന്നുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് കാക്ക കരയുന്ന ശബ്ദം, വെളിയിൽ ബാങ്ക് വിളിക്കുന്ന സൗണ്ട്, സുബഹ് ബാങ്കാണെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഡോർ തുറന്നു. ഈ മുസ്ലിയാർ കടന്നു വന്നു. എന്നോട് ചോദിച്ചു, നീ എന്ത് തീരുമാനിച്ചു? പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയത് കൊണ്ടാവാം ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണോ പറയുന്നത് ഞാനത് അനുസരിക്കാം. അപ്പോൾ അദ്ദേഹം എന്നെ വാരിപ്പുണർന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിലും ഞങ്ങൾക്കറിയാം നീ നല്ലവനാണ്. എന്തോ ഒരു തെറ്റിദ്ധാരണയിൽ നീ ആ ഇബ്ലീസിന്റെ വിശ്വാസത്തിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഗത്യന്തരവുമില്ലാതെ ഞാൻ അതേറ്റ് ചൊല്ലി. അദ്ദേഹം പുറത്തേക്ക് പോയി, വാതിലടഞ്ഞു. എനിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാനൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ല. തലേന്ന് രാവിലെ വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് ചായയും കൂടി ചിറങ്ങിയതാണ്. ഒരു വല്ലാത്ത ആനന്ദം, ഒരു സ്വർഗീയ ആനന്ദം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. വാതിൽ തുറന്നു. 4 ചെറുപ്പക്കാർ കടന്നു വന്നു. അവരെന്നെ വളരെ ഫ്രീ ആയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോവുക. കണ്ണുകൾ കെട്ടുന്നില്ല, കൈകൾ കെട്ടുന്നില്ല. വളരെ സ്വാതന്ത്ര്യത്തോടെ എന്നെ കൊണ്ടുപോയിട്ട് ഒരു കാറിലിരുത്തി. ഡ്രൈവറുടെ സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ, പിൻ സീറ്റിൽ എൻ്റെ 2 സൈഡായിട്ട് 2 ചെറുപ്പക്കാർ. ഈ വാഹനം നീങ്ങുകയാണ്. എനിക്ക് തെല്ലും ഭയം തോന്നിയില്ല. കാരണം എനിക്കറിയാം, എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവം കടന്നു വരും. അത് ഏത് നിമിഷവും സംഭവിക്കാം. ഈ വാഹനം ഇങ്ങനെ ഓടുകയാണ്. ഞാൻ വെളിയിലെ കടകളുടെ ബോർഡൊക്കെ നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറേ നേരം ഓടിയതിനു ശേഷം ഞാൻ കടകളുടെ ബോർഡ് വായിക്കുകയാണ്, അഡ്രസ് വായിക്കുകയാണ്. പുതുപൊന്നാനി. എൻ്റെ രക്തം നിലച്ചു. കാരണം എനിക്കറിയാം, പൊന്നാനിയിലൊരു പള്ളിയുണ്ട്. അവിടെ
ഒരുപാട് പേരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ തളച്ചിട്ടിട്ടുണ്ട്, അവിടെ അടച്ചിട്ടിട്ടുണ്ട്. അവിടേക്ക് എന്നെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അവിടേക്കാണ് ഇവർ എന്നെ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ ലോകം കാണില്ല. എൻ്റെ എല്ലാ ജീവനും അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു വല്ലാത്തൊരവസ്ഥ. ഞാനും ദൈവവും തമ്മിലൊരു മല്ലയുദ്ധം പോലെ. ഞാൻ ദൈവത്തെ പലതും പറയുന്നത് പോലെ പലതും പറയാൻ തുടങ്ങി. നീ എന്നെ വെറുതെ പറ്റിച്ചു. എന്നെ ഇതാ ഇവർ ആ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി എനിക്ക് രക്ഷയില്ല. ഞാൻ ഉറപ്പിച്ച നിമിഷങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വണ്ടി വീണ്ടും ഓടുകയാണ്. പെട്ടെന്ന് എൻ്റെ ഇടതുഭാഗത്തിരുന്ന ആ യുവാവ്, അദ്ദേഹം ശ്വാസം കിട്ടാതെ പിടയുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നുമൊക്കെ ബ്ലഡ് ഒലിച്ചിറങ്ങുന്നു. പെട്ടെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ അവിടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ ചെറുക്കന് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കമാണ്. എത്രയും പെട്ടെന്ന് ഇവനെ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഇവൻ മരിച്ചു പോകും. കാറ് നിന്നു. അവർ ഫോണിലൂടെ ആരോ വിളിച്ച് സംസാരിച്ചു. ഒരു 5 മിനിറ്റ് പോലും ആയി കാണില്ല. ഒരു ചുവന്ന അംബാസിഡർ വണ്ടി അവിടെ വന്നു നിന്നു. ഒരു ചുവന്ന മാരുതിക്കാർ അവിടെ വന്നു നിന്നു. എന്നിട്ട് ഈ 3 ചെറുപ്പക്കാരും ഈ അസുഖമുള്ള, ഈ ശ്വാസം കിട്ടാതെ പിടയുന്ന ഈ ചെറുക്കനെ എടുത്തിട്ട് അവർ ആ മാരുതി വണ്ടിയിലേക്ക് കിടത്തി. അതിലൊരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ സുരക്ഷിതനായിരിക്കുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഡോർ ലോക്കാക്കിയിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ മാരുതി വണ്ടി ഈ രോഗിയെയും കൊണ്ട് എൻ്റെ കൺമുമ്പിൽ നിന്നും മാഞ്ഞുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർത്തെടുത്തു, ദൈവത്തിൻ്റെ സമയം എനിക്ക് നൽകിയിരിക്കുന്നു. ഞാനത് ഉപയോഗപ്പെടുത്തേണ്ട സമയമാണിത്. ഞാൻ ഡോറൊക്കെ തള്ളി നോക്കി, ഒരു രക്ഷയുമില്ല. പിന്നെ ആരോ പറഞ്ഞ ഒരു അറിവിൽ ഞാൻ ഡ്രൈവറുടെ ആ സീറ്റിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അദ്ദേഹം ഇരിക്കുന്ന ആ ഡോറ്, ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തുള്ള ആ ഡോറ് ഞാൻ ശക്തമായി തള്ളി. കുറച്ച് അധ്വാനിച്ചതിന് ശേഷം ആ ഡോറ് പതുക്കെ തുറന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുതുപൊന്നാനിയിലൂടെ യാത്ര ചെയ്ത് കാണും. ഒരു ഇടുങ്ങിയ റോഡാണ്. ഒരു ബസ്സിന് പോലും അതിൽ സഞ്ചരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്രയും ഇടുങ്ങിയ റോഡ്. ബോംബെ തെരുവ് തോറ്റുപോകുന്ന കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ. പക്ഷേ ഞാൻ എൻ്റെ കാല് റോഡിലേക്ക് കുത്തിയപ്പോഴേക്കും അവിടെ ഒരു KSRTC വണ്ടി, പട്ടാമ്പി എന്ന ബോർഡ് വെച്ചിട്ട് ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. ഞാൻ ആ ബസ്സിന് കൈനീട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഡോറ് തുറന്നു തന്നു. ഞാൻ ആ ബസ്സിലേക്ക് കയറി. ഏറ്റവും അതിശയമെന്ന് പറയേണ്ടത്, മുഷിഞ്ഞ വേഷം ധരിച്ച ഞാൻ, എൻ്റെ കയ്യിൽ 4 അണ പോലുമില്ല. ഉണ്ടായ പൈസയൊക്കെ അവരെടുത്ത് കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പട്ടാമ്പിയിൽ ആ ബസ് വന്ന് നിൽക്കുന്നത് പോലെ ആ കണ്ടക്ടർ എന്നോട് ടിക്കറ്റ് ചോദിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം, തൻ്റെ ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെങ്കടൽ 2 ജീവിക്കുന്ന ദൈവം, സിംഹക്കൂട്ടിൽ നിന്നും തീകുണ്ടത്തിൽ നിന്നും ചങ്ങലക്കെട്ടുകളിൽ നിന്നും തൻ്റെ ദൈവമക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന ജീവനുള്ള ദൈവം, ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്തേക്ക് ഇറങ്ങി വരുന്ന ജീവിക്കുന്ന ദൈവം, ആ ദൈവം ഒരു സാക്ഷ്യത്തിന് വേണ്ടി എന്നെ ജീവനോടെ ഇന്ന് ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം
അതിൻ്റെ 9-ാം അധ്യായം 16-ാം തിരുവാക്യം ഇങ്ങനെയാണ് പറയുക: എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടാനും നിന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതകരമായൊരു വിടുതൽ കിട്ടിയ ഒരു വ്യക്തിയായിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്തി ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, നിങ്ങളുടെ ഞെരുക്കങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, നിങ്ങളുടെ ബന്ധനങ്ങളിലേക്ക് നിങ്ങളൊന്ന് നെഞ്ചു പൊട്ടി വിളിച്ചാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആ ജീവിക്കുന്ന ദൈവം ഇറങ്ങി വരും. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവം മരിച്ചവനല്ല, ജീവിക്കുന്നവനാണ്. സ്തുതിയായിരിക്കട്ടെ.